ഹായ്, എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈസ്റ്റേൺ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. 9/9/2024 നോട്ടിഫിക്കേഷൻ വന്നത്. 24/9/2024 മുതൽ 23/10/2024 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇന്ത്യൻ റെയിൽവേ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന അപ്രന്റീസ്ഷിപ്പിനൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് വഴി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതിലേക്ക് 9/9/2024 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. ഇത് നിങ്ങൾക്ക് 24/9/2024 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 23/10/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഓരോ ഡിവിഷനുകളിലായിട്ടാണ് ഇതിൽ ഓരോ വേക്കൻസികൾ പറഞ്ഞിരിക്കുന്നത്. ഔറ ഡിവിഷനിൽ എത്ര വേക്കൻസികളുണ്ട് എന്നൊക്കെ ടോട്ടലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ടോട്ടൽ വേക്കൻസി 659 വേക്കൻസി ഔറ ഡിവിഷനിലുണ്ട്. അതുപോലെ പിന്നെ നിലുവ വർക്ക്ഷോപ്പിൽ 612. അത് വരുന്ന ട്രേഡുകൾ ഫിറ്റർ ട്രേഡിലുണ്ട്. മെഷീനിസ്റ്റ്, ടർണർ, വെൽഡർ, അതുപോലെ പെയിൻറ്റർ, ജനറൽ ഇലക്ട്രീഷ്യൻസ്, വയർമാൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇത് ഒഴിവുകളുണ്ട്. മൊത്തം 3115ഓളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത്. അതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ മിനിമം 10ാം ക്ലാസ് പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ IT ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കാം. മിനിമം 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി. 10ാം ക്ലാസ്സോട് കൂടി തന്നെ IT ഉള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താൽ തീർച്ചയായും അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുന്നതന്നെയായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിലെ പ്രത്യേകത നല്ലത് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. 10ാം ക്ലാസ്സിൻ്റെ ITൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.